السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت. فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. സൂറത്തുൽ അൻകബൂത്ത്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി എന്നാണ് അർത്ഥം. നമ്മളെ പുതിയ ഭാഷയിൽ വെബിന് അൻകബൂത്ത് എന്നാണ് പറയുക. വെബ് ഡബ്ല്യു എന്ന് അറിയാമല്ലോ നമ്മൾ. വെബ്സൈറ്റിനൊക്കെ അൻകബൂത്ത് എന്നാണ് പറയുക. അത് വളരെ നേർത്ത വലകളിൽ കൂടി ലോകം മുഴുവനും കൈപ്പിടിയിലൊതുക്കിയ ഒരു ഡിവൈസാണല്ലോ വെബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അൻകബൂത്ത് എന്നാണ്. വെബ്സൈറ്റിനൊക്കെ അൻകബൂത്ത് എന്നാണ് വെബിന് പറയുക. അനാക്കിബ് എന്നാണ് എട്ടുകാലികൾക്ക് പറയുക. ഇവിടെ അല്ലാഹു തആല ഈ സൂറത്ത്, നമുക്ക് അറിയാലോ, ഒരു സൂറത്തിൻ്റെ പേര് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരും എന്നല്ലാതെ ആ സൂറത്തിൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പേരൊന്നുമല്ല. ഇതിൽ മസലുല്ലദീന യത്തഖിദൂന മിൻ ദൂനില്ലാഹി ഔലിയാ എന്ന് പറയും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ബന്ധുക്കളായി സ്വീകരിക്കുകയും അവരിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉപമ ഒരു അൻകബൂത്തിൻ്റെ ഉപമയാണ്. ഇത്തഖറത്ത് ബൈത്തൻ, അൻകബൂത്ത് ഒരു വീടുണ്ടാക്കി, എന്നിട്ട് ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, അൻകബൂത്തിൻ്റെ വീടാണ് ഏറ്റവും ദുർബലമായ വീട് എന്ന അർത്ഥം വരുന്ന ഒരു ആയത്ത് ഇതിലുണ്ട്. അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആ ഒരു സംവിധാനം ലോകത്ത് എല്ലായിടത്തും, അതുകൊണ്ടായിരിക്കും ഈ വെബിനങ്ങനെ വന്നത്, ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു ആശയമാണ്. പഠിച്ചവനല്ലാത്തത്, അള്ളാഹു അല്ലാത്ത കോടാനുകോടി മനുഷ്യ ദൈവങ്ങളെയും മറ്റു ദൈവങ്ങളെയും ജീവജാലങ്ങളെയും പക്ഷി മൃഗാദികളെ അതുപോലെ മരങ്ങളെ ചെടികളെ
എന്ന് തുടങ്ങിയിട്ടുള്ള പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ലോകവ്യാപകമായ സംവിധാനം ലോകത്തെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കുഴിച്ചെടുക്കപ്പെട്ട പൗരാണിക മനുഷ്യന്മാരുടെ കുഴിച്ചെടുക്കപ്പെട്ട രേഖകളിൽ, എക്സ്കവേഷനിൽ കൂടി കണ്ടെത്തപ്പെട്ട രേഖകളിലൊക്കെ തന്നെ അവർക്കൊക്കെ പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ പഠിച്ചവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സംവിധാനങ്ങളോ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ എത്ര വ്യാപകമാണ് എങ്കിലും അത് ദുർബലമാണ് എന്നാണ് അല്ലാഹു തആല ഇതിൽ കൂടി പഠിപ്പിക്കുന്നത്. അതായത് ശിർക്ക് ലോകത്ത് എല്ലാ പ്രദേശങ്ങളിലും വിവിധ തരത്തിൽ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ മനുഷ്യരെയും പിടികൂടിയിട്ടുണ്ടെങ്കിലും അത് ദുർബലമാണ്. അത് എട്ടുകാലി വല പോലെ ദുർബലമാണ്. അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അള്ളാഹു മാത്രമാണ് പിന്നീട് അവശേഷിക്കുക. ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ അവന് പഠിച്ചവനിലേക്ക് പോകേണ്ടി വരും എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പഠിച്ചവനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ട ആശയങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതിനുവേണ്ടി മെനഞ്ഞെടുത്തുണ്ടാക്കിയ ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, കഥകൾ, അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട ധാരാളം ആരാധനാലയങ്ങൾ, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ലോകത്ത് സംവിധാനിക്കപ്പെട്ട പലതരത്തിലും അതിനുവേണ്ടി സംവിധാനിക്കപ്പെട്ട ദേവാലയങ്ങൾ, എത്രയോ സംവിധാനങ്ങൾ അതിനുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ, ഒരു ചെറിയ പ്രയാസത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും അവക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം ഈശ്വര, അല്ലാ, നാഥ, രക്ഷിതാവേ എന്ന് പറയലല്ലാതെ വേറെ മാർഗമില്ല മനുഷ്യന്. അപ്പോൾ ദുർബലമാവുകയാണ്, വളരെ ദുർബലമാണ്, ഒരു പിടിവിള്ളിയില്ല. അപ്പോൾ ആ ഒരു അർത്ഥം വരുന്ന ഒരായത്ത് ഇവിടെയുണ്ട്. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരായിരുന്നാലും എന്തായിരുന്നാലും ആ സംവിധാനങ്ങളൊക്കെ അതെത്ര വ്യാപകമായി ലോകത്ത് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ദുർബലമാണ്. എട്ടുകാലി വല പോലെ ദുർബലമാണ്. തൽക്കാലം ചില നിരപരാധികളായ ഈച്ചകളും പാറ്റകളും അതിൽ കുടുങ്ങുമെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വിരലിട്ട് ഒരു സത്യത്തിൻ്റെ മുമ്പിൽ അതെപ്പോഴും തകർന്ന് ദുർബലമായി പോകും എന്ന ഒരാശയം ഇതിലുണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലോ. അമ്പിയാക്കന്മാരുടെയൊക്കെ ദഅവത്തിൻ്റെ മുമ്പിൽ, ഇപ്പോൾ നോഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അറിഞ്ഞ ചരിത്രം വെച്ച് നോക്കുമ്പോൾ 950 കൊല്ലം പ്രവാചകനായി തന്നെ അദ്ദേഹം ജീവിച്ചു. പ്രവാചകത്വം കിട്ടുന്നത് 100 കൊല്ലം കഴിഞ്ഞ് 100ാമത്തെ വയസ്സിലാണെന്നും ഒക്കെ പറയപ്പെടുന്നു. ഏതായിരുന്നാലും ചരിത്രാതീത കാലം മുമ്പുള്ള ഒരു പ്രവാചകനാണ്. ഖുർആൻ കൃത്യമായി ഖുർആനിൽ നിന്ന് പറയുന്നത് എന്താ? അദ്ദേഹം ജനങ്ങളെ 950 കൊല്ലം പ്രബോധനം ചെയ്തു നന്മ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയതെത്ര? 8 80? അതും ചരിത്രം രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വരുന്നത്. ഏതായിരുന്നാലും 100ൽ താഴെ ആളുകളെ മാത്രമല്ലേ ഇത്ര കാലം പ്രബോധനം ചെയ്തിട്ട് കിട്ടിയുള്ളൂ. അത് നമ്മൾ നോക്കുക. അപ്പം എന്താണ് അവിടെയൊക്കെ വിജയിക്കുന്നത്? പിശാച്ച് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. ഞാൻ മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും വലത്തുകൂടിയും ഇടത്തുകൂടിയും വരികയും അധികം ആളുകളെയും നന്ദിയുള്ളവരായി കാണാത്ത അവസ്ഥ വരികയും ചെയ്യും എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാച്ച്, അപ്പോൾ പിശാച്ചിൻ്റെ മാർഗത്തിനാണ് ലോകത്തെന്നും പ്രചാരം കിട്ടുക. പക്ഷേ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ഈ എട്ടുകാലി വല ആകെ കൂടി തകർന്നു പോകും. ഇപ്പം നമ്മളൊക്കെ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിമേലാണ് നമ്മുടെ ബാങ്കിങ് അക്കൗണ്ടുകൾ, ലോകത്തിൻ്റെ മൊത്തം സാമ്പത്തിക സിസ്റ്റം അതിലാണ്, വിദ്യാഭ്യാസ സിസ്റ്റം അതാണ്, ലോകത്തിൻ്റെ എല്ലാ
ഘടനകളും ഏതുവരെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിമാനങ്ങൾ മനുഷ്യന്മാരുമായി പറന്നു പോകുന്ന വിമാനങ്ങളും കടലിൻ്റെ മുകളിലും അടിയിലും കൂടി പോകുന്ന കപ്പലുകളും അടക്കമുള്ള ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വെബ്സൈറ്റിലാണ്. അതൊന്ന് തകർന്നാൽ പോരെ? ഒരു ഹാക്കിങ് മതിയല്ലോ, മൊത്തം തകർന്നു പോലെ. അതിനൊന്നൊരു സ്ഥിരത ഇല്ല എന്നുള്ള അർത്ഥം തന്നെയാണ് അതിൽ നിന്ന് അത് രണ്ടിൻ്റെയും ആ പദം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ഈ സൂറത്തിൽ അമ്പിയാക്കന്മാരുടെ ചരിത്രമുണ്ട്, തൗഹീദ് മനുഷ്യൻ്റെ അഖീദയുണ്ട്, ആഖിറത്തിനെ പറ്റി പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സ്വഭാവകാര്യങ്ങളെപ്പറ്റി എല്ലാം കൂടിയും അടങ്ങിയ ഒരു സൂറത്താണ് ഇതിലുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം തൗഹീദാണ് എന്നതുകൊണ്ടായിരിക്കണം ഇതിന് ഈ പേര് വന്നത്. ആവട്ടെ, നമ്മൾ ഓതി വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ലാമും മീമും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനെ മദ് ചെയ്തിട്ടാണ് ഓതേണ്ടത്. അഹസിബന്നാസു അൻ യുത്രകൂ. ജനങ്ങൾ വിചാരിച്ചുവോ? ആ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിൻ്റെതാണ്. ഹൽ ആ എന്നൊക്കെ പറഞ്ഞാൽ ആണോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. അഹസിബന്നാസു ജനങ്ങൾ വിചാരിച്ചുവോ? അൻ യുത്രകൂ അവരെ ഒഴിവാക്കപ്പെടുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്. അൻ യഖൂലു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കാരണത്താൽ അവരെ ഒഴിവാക്കപ്പെടും, ശിക്ഷിക്കപ്പെടാതിരിക്കും, അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയമാകാതിരിക്കും എന്ന് ജനങ്ങൾ വിചാരിച്ചുവോ? വഹും ലാ യുഫ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടാതെ. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അപ്പോൾ വഹും ലാ യുഫ്തനൂൻ അവർ ഫിത്നയിലാക്കപ്പെടാതെ, പരീക്ഷിക്കപ്പെടാതെ അവരെ വെറുതെ വിടും. ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ വിടും എന്ന് മനുഷ്യർ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷണത്തിന് വിധേയമാക്കാതെ വെറുതെ വിടും എന്ന് മനുഷ്യർ വിചാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, മനുഷ്യ സമൂഹം എല്ലാ കാലഘട്ടത്തിലും പരീക്ഷണത്തിന് വിധേയമാകും. പ്രത്യേകിച്ചും വിശ്വാസികളാണെങ്കിൽ പരീക്ഷണത്തിന് വിധേയമാകും. കാരണം വിശ്വാസികളെയാണ് കൂടുതലും മണ്ണ് തീയിലിട്ട്, ഒരു മഹാന്മാരുടെ ഒരു കവിതയുണ്ട്, മണ്ണും കല്ലുമൊന്നും തീയിലിട്ട് ഉരുക്കി അതിൻ്റെ ക്ലാപ്പുകളും വേണ്ടാത്തതും തങ്കവും മണ്ണും അതിലുള്ള വേർതിരിക്കേണ്ടതില്ല. എന്നാൽ ലോകത്തെ ഏറ്റവും മുന്തിയ സ്വർണമാണ് തീയിലിടേണ്ടത്. തീയിലിട്ട് അതിലുള്ള അത് സ്ഫുടം ചെയ്തെടുക്കേണ്ടത്, മണ്ണിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ടത് ആ കട്ട തന്നെയാണ്, കല്ല് തന്നെയാണ്. നേരെ മറിച്ച് സ്വർണത്തിൻ്റെ കട്ടയാണെങ്കിൽ അതിനെ തീയിലിട്ട് ഉരുക്കി ശുദ്ധീകരിച്ചെടുക്കണമെന്ന പോലെ വിശ്വാസമാകുന്ന ആ ആശയം ഉള്ളിൽ കയറിയാൽ അയാൾ പരീക്ഷണത്തിന് വിധേയമാകും. അള്ളാഹു അവരെ പരീക്ഷിക്കുമെന്നതാണ്. ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ അംബിയാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അശദ്ദുന്നാസി ബലാഅൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ അൽ അംബിയാ അംബിയാക്കന്മാരാണ്. സുമ്മ സ്വാലിഹൂൻ പിന്നെ സജ്ജനങ്ങളാണ്. സുമ്മൽ അംസൽ പിന്നെ ഏറ്റവും നല്ലവരായ, അംസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകാ പുരുഷന്മാരാണ്. സുമ്മൽ അംസൽ പിന്നെ അതിന് താഴെയുള്ള മാതൃകാ പുരുഷന്മാരാണ്. യുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി ഒരു മനുഷ്യനെ അവൻ്റെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷിക്കപ്പെടും. ഫൈൻകാന ഫീ ദീനിഹി സ്വലാബത്തുൻ അവൻ്റെ മതത്തിൽ അവന് ഉറച്ച നിലപാടുണ്ടെങ്കിൽ സീദ ഫിൽ ബലായി പരീക്ഷണത്തിൽ വർധനവ് കൊടുക്കും. അപ്പം അല്ലാഹു പറയുന്നത് മനുഷ്യനെ പരീക്ഷിക്കും. കൂടുതലും ആളുകളെ പരീക്ഷിക്കൽ വിശ്വാസവും ഈമാനും യഖീനുമുള്ള ആളുകൾക്കാണ് പരീക്ഷണങ്ങൾ കൂടുതൽ വരിക എന്നാണ്. കാരണം ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ നിഷേധികളായ ആളുകളെ നിങ്ങൾ അയച്ചു വിട്ടേക്കൂ. അവർക്ക് അല്ലാഹു തആല അവരെ അയച്ചു വിട്ട് ഏത് തോന്നിയാസങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള സൗകര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും.
അവരെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വിശ്വാസികളാണെങ്കിലോ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കും വിശ്വാസികളെ പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് അമ്പിയാക്കന്മാരാണല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടല്ലല്ലോ. വലിയ ശത്രുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെ മുമ്പിൽ വലിയ വലിയ തടസ്സങ്ങൾ നൽകപ്പെട്ടു, വലിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ അല്ലാഹു തആല കെട്ടിയേൽപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ വരെ പഠിച്ച മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒക്കെ ആ പരീക്ഷണത്തിൻ്റെ വലിപ്പം എന്താണ്? ഒരു നാട്ടിൽ അദ്ദേഹം കൊട്ടാരത്തിൽ ആളറിയാതെ വളരുകയാണ്. പുഴയിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടി കൊട്ടാരത്തിലെത്തുകയും ഫിറഔനും കൂട്ടരും ഇയാൾ ആരാണ്, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയാതെ അദ്ദേഹത്തെ വളർത്തി കൊണ്ടുവരികയാണ്. എന്നാൽ ആ മനുഷ്യനാണെങ്കിലോ ആ കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന ഇസ്രായേലികളിൽപ്പെട്ട ആളാണ്. അയാളാണ് മൂസ എന്ന പേരിൽ അവിടെ വളരുന്നത്. എന്നിട്ട് അവിടുന്ന് സംഗതിവശാൽ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടുത്തെ പ്രമാണിവർഗത്തിൽ ഒരാളെ കൊല്ലേണ്ടി വന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളാൽ പ്രമാണിവർഗത്തിൽപ്പെട്ട കിബ്തികളിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് നിന്നെ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊട്ടാരം ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ആരോ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒളിച്ചോടുകയാണ്. എന്നിട്ട് പിന്നെ ഒരുപാട് എത്രയോ അപ്പുറത്ത്, ഇവിടെ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പോകുന്നത് മദായിൻ സാലിയിലേക്കാണ്. എത്ര ദൂരമാണ് അദ്ദേഹം താണ്ടിയത് മരുഭൂമിയിൽ കൂടി. എന്നിട്ട് അവിടെ 10 കൊല്ലം ഒരു വീട്ടിൽ, ഒരു പ്രവാചകൻ്റെ വീട്ടിൽ അദ്ദേഹം ഭാര്യയുടെ അവർ വിവാഹിതനായി കഴിഞ്ഞുകൂടുകയും അവിടെ ആടുമേക്കി വെച്ച് ജീവിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഫിറഔൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. ആ ഫിറഔൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെല്ലാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിലുണ്ട് അത് അല്ലാഹു തആല പറഞ്ഞത് നമുക്കറിയാലോ. ഒന്ന്, മൂപ്പർക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്. വലാ യന്തലിഖു ലിസാനി വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ, അവരെന്നെ കൊല്ലുമെന്നെനിക്ക് പേടിയുണ്ട് പടച്ചവനെ. കാരണം എന്താ? ഒരു വലിയ കുറ്റം ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. മറ്റൊന്ന്, എനിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് എനിക്കൊരാളെ സഹായത്തിന് അയച്ചു തരണം. അത് എൻ്റെ സഹോദരൻ ഹാറൂൻ തന്നെ ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞ് ഏതായിരുന്നാലും ഫിറഔൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണല്ലോ. ഒരു മഹാരാജാവിൻ്റെ അള്ളാഹുവാണ് ഞാനാണ് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞത് ചെറിയ പരീക്ഷണമൊന്നുമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുഖമായി ഇറാഖിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അല്ലാഹു തആല ഒരു വയസ്സുകാലത്തുണ്ടായ കുട്ടിയെ എടുത്ത് മക്കയിൽ കൊണ്ടുപോയി വെക്കണം. എത്രയോ മൈലുകൾ താണ്ടി മരുഭൂമിയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മക്കയിൽ ആരുമില്ലാത്ത വിജന പ്രദേശത്ത് ഒരു ചെടി പോലും മുളക്കാത്ത പാറക്കെട്ടുകൾക്കിടയിൽ അവിടെ കൊണ്ടുപോയി വെച്ച് തള്ളയെയും കുട്ടിയെയും വെച്ച് പോരൂ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്ര വലിയ പരീക്ഷണത്തിനാണ് വിധേയമായത്. പിന്നെ കുട്ടിയെ അറുക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ. അപ്പോൾ പരീക്ഷണങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാർക്ക്. ഇനി പിന്നീട് പരീക്ഷണം സാലിഹ്യങ്ങളായ ആളുകൾക്കും ഉണ്ടാവും പരീക്ഷണം. അത് ശത്രുക്കളിൽ നിന്നാവാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളുമാവാം. ആസിബന്നാസു അയ്യുത്തർക്ക. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന തന്നെയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല പലപ്പോഴും നമുക്ക് പരീക്ഷണം തരുന്നത് നമ്മൾ നിരാശരാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണത്. അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത് അതിൽ കൂടി, ആ തീയിൽ കൂടി സ്വർണവും തങ്കവും അതിലുള്ള കേടുകളും വേർതിരിക്കുന്ന പോലെ അള്ളാഹു പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ വിശ്വാസികൾക്ക് വിശുദ്ധി കൂടുതൽ വരാനാണ്. ഒരു ചെറിയ മുള്ളു കുത്തിയാൽ പോലും മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ഷൗക്കത യുഷാഖുഹാ ഫീ സബീലില്ലാഹി ഇല്ലാ കുഫ്റത ബിഹി ഖതായാഹു.
ഒരു മുസ്ലിമിന് ദുഃഖമോ ദുരിതമോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ രോഗമോ ഏതെങ്കിലും തരത്തിൽ ഒരു മുള്ളു കുത്തി വേദനിക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് പറയുമ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. കുടുംബപരമായ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവാം, അല്ലെങ്കിൽ ശാരീരികമായ പരീക്ഷണങ്ങളുണ്ടാവാം, സാമ്പത്തികവും ഒക്കെയായ പരീക്ഷണങ്ങളുണ്ടാവാം. മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ സമാധാനം കിട്ടും. അതാണ് അഹസിബന്നാസു അയുത്തറക്കു, ജനങ്ങൾ വിചാരിച്ചുവോ അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന്. അയ്യഖൂലു ആമന്ന, വെറുതെ ആമന്ന എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റൂല, ഞങ്ങൾ അള്ളാഹിൻ്റെ ആളുകളല്ലേ, ഇനി ഞങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങളൊക്കെ ഉഷാറാകും എന്നിട്ട് വിചാരിച്ചോ. ഓം ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ. അപ്പോൾ നമ്മളൊക്കെ നല്ല പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല പരീക്ഷണങ്ങളുടെ നടുവിലാണ് നമ്മൾ പല രൂപത്തിലും ഉള്ളത്. അത് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിന് നമ്മൾ ക്ഷമിക്കുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ പടച്ചവൻ നമുക്ക് രക്ഷ തരും തന്നെയാണത്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും വലഖദ് ഫതന്ന, നാം പരീക്ഷിച്ചിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ. മിൻ ഖബ്ല് എന്ന് പറഞ്ഞാൽ മുമ്പ്, അവർക്ക് മുമ്പുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അതാണ് അം ഹസിബ്തും അൻ തദ്ഖുൽ ജന്നത. ആരോടാ പറയേണ്ടത്? ഇത് പരീക്ഷണത്തിന് വിധേയമായ റസൂലിനോടാണ്. റസൂലുള്ള അവിടെ ഉണ്ട്. അള്ളാഹിൻ്റെ അഷ്റഫുൽ ഖൽക്ക്, സൃഷ്ടികളിൽ വെച്ച് ഉത്തമനായ അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബായ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ റസൂലിൻ്റെ ഏറ്റവും സന്തത സഹചാരികളോടും കൂടിയാണ് പറയുന്നത്. ആസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിച്ചുവോ? വലമ്മായ എത്തിക്കും മസലുല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ഉപമകൾ, അവർക്കുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലാതെ വരാതെ നിങ്ങൾക്കാണ് സ്വർഗത്തിൽ മണ്ടിക്കയറിപ്പോകാമെന്ന് വിചാരിച്ചോ? മസത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ, അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ ബാധിച്ചിരുന്നു. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടിരുന്നു. ഹത്താ യഖൂലർ റസൂലു വല്ലദീന മഅഹു, റസൂലും കൂടെയുള്ളവരും പറഞ്ഞു, മതാ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് എന്ന്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം ഇപ്പം കിട്ടും. അപ്പോൾ പരീക്ഷണത്തിന് വിധേയമാക്കി പഠിച്ചവൻ അതിൽ ശ്രമിക്കുകയും ഉറച്ചു നിൽക്കുകയും ഈമാനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ സഹായം കിട്ടും. അതാ ഒരുപാട് വലമ്മാ യഅലമില്ല അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ എന്ന് വേറൊരായത്തുണ്ട്. അള്ളാഹു നിങ്ങളിൽ നിന്ന് സമരം ചെയ്തവരെ അറിയാതെ, ക്ഷമിക്കുന്നവരെ അറിയാതെ. തിന്മക്കെതിരിലുള്ള സമരവും ശത്രുക്കൾക്കെതിരെയുള്ള സമരവും രണ്ടും ജിഹാദ് തന്നെയാണ്. ശത്രുക്കൾക്കെതിരെയുള്ള സമരം അത് അവരെ പ്രബോധനം ചെയ്തുകൊണ്ടും അവരുടെ മുമ്പിൽ മാതൃകാ ജീവിതം നയിച്ചുകൊണ്ടുമുള്ള സമരം. അഥവാ ഒരു യുദ്ധത്തിൻ്റെ അമീറിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ അമീറിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം, അതും ജിഹാദ് തന്നെയാണ് അതിന് പറ്റുന്ന ഉള്ള സ്ഥലങ്ങളിൽ. അതല്ലെങ്കിൽ തിന്മക്കെതിരിലുള്ള ജിഹാദ്. അങ്ങനെ വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ജിഹാദ് ചെയ്തവരെയും ക്ഷമിച്ചവരെയും അള്ളാഹു നേരിട്ട് കാണാതെ മനസ്സിലാക്കാതെ, അള്ളാഹ് എന്തായിരുന്നാലും മനസ്സിലാക്കും, പക്ഷേ അള്ളാഹു നേരിട്ട് കണ്ട് മനസ്സിലാക്കാതെ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരേ ആയത്ത് തന്നെയാണ്. അതാണ് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്ന, അപ്പോൾ തീർച്ചയായും അള്ളാഹു അറിയുക തന്നെ ചെയ്യും. അല്ലദീന സദഖൂ, സത്യം ചെയ്തവരെയും ആ സത്യം നിലനിർത്തിയവരെയും. വലയഅലമന്നൽ കാദിബീൻ, കളവ് ചെയ്തവരെയും അള്ളാഹു തആല അറിയുക തന്നെ ചെയ്യും.
അപ്പോൾ പരീക്ഷണത്തിൽ കൂടി അള്ളാഹു അല്ലെങ്കിലും അറിയല്ലോ, നമ്മളെ പരീക്ഷിക്കാതെ തന്നെ സാദിഖീങ്ങൾ ആരാണ്, കാദിബീങ്ങൾ ആരാണെന്ന് അള്ളാഹ്ക്കറിയാലോ. അള്ളാഹ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അറിയുന്നവനല്ലേ. പക്ഷേ ഇവിടെ ആ പ്രവർത്തികൾ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ ഉണ്ടാക്കിയിട്ട് അത് അള്ളാഹു കാണും. ഉണ്ടാക്കിയിട്ട് അള്ളാഹു തആല അത് മറ്റത് ഇല്ല വരാനിരിക്കുന്ന അദൃശ്യ കാര്യങ്ങൾ അറിയുക മാത്രമല്ല, നേരെ മറിച്ച് ആ സമൂഹത്തെ ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും സത്യസന്ധമായി ഉറച്ചു നിൽക്കുന്ന സമൂഹത്തെ അള്ളാഹു തആല ഇവിടെ ഉണ്ടാക്കിയിട്ട് അള്ളാഹു അതാണ്ട് അറിയും, അവരാണ് കാണും. യഅലമന്ന എന്നുള്ളതിന് യറയന്ന, അവരെ കാണുക തന്നെ ചെയ്യുമെന്ന തഫ്സീറുകളുണ്ട്. അതുപോലെ കള്ളം സത്യത്തിൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാതെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകളെയും അല്ലെങ്കിൽ ദീനിനെ കളവാക്കുന്നവരെയും അള്ളാഹു നേരിട്ടാണ്ട് ബോധ്യപ്പെടുത്തി അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പം അതൊക്കെ നമ്മൾ ആ കൂട്ടത്തിലാവരുത്. സത്യം ആരാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ തൽക്കാലം ഒരു ലാഭം, ഒരു നേട്ടം, ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട ചെറിയ താൽക്കാലികമായ ആനുകൂല്യത്തിന് വേണ്ടി ഖുർആനിനെയും ദീനിനെയും എല്ലാം തള്ളിപ്പറയുന്ന, എല്ലാം പരിഹസിക്കുന്ന എത്ര മനുഷ്യന്മാർ ലോകത്തുണ്ട്. തൽക്കാലം ഒരു പാർട്ടിൻ്റെ നേട്ടം കിട്ടാൻ വേണ്ടി, തൽക്കാലം ഒരു ലാഭം കിട്ടാൻ വേണ്ടി, തൽക്കാലം മറ്റുള്ളവരോടുള്ളൊരു വിദ്വേഷം പറയാൻ വേണ്ടി ആകെ കൂടി ദീനിനെയും പടച്ചവനെയും സ്വർഗത്തിനെയും നരകത്തിനെയും ഒക്കെ തള്ളിപ്പറയുന്ന മനുഷ്യന്മാരുണ്ട്. അവരാണ്ട് ഉണ്ടാക്കിക്കാണ്ട് അള്ളാഹു തആല അതാണ്ട് ബോധ്യപ്പെടുത്തും. ഇതെങ്ങനെയാണ് മനുഷ്യന്മാർ പയക്കൽ, മനുഷ്യന്മാർ പയച്ചു പോകൽ എങ്ങനെയാണ് കണ്ടോളി, ഇവൻ പയച്ച പോലെ. അതുപോലെ മനുഷ്യന്മാർ സത്യത്തിൽ ഉറച്ചു നിൽക്കൽ എങ്ങനെയാണ്, ഇവർ ഉറച്ചു നിന്ന പോലെ. അത് അള്ളാഹു തആല ആ സംഭവങ്ങൾ ഉണ്ടാക്കി നമുക്കണ്ട് കാണിച്ചു തരും. അതാണ് യഅലമന്ന, അള്ളാഹു തആല അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നേരിട്ടാണ്ട് കാണും ആരാണ് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. അതാണ് ഫല യഅലമന്നല്ലാഹു, അള്ളാഹു തആല അറിയുക തന്നെ ചെയ്യും അല്ലദീന സദഖു, സത്യവാന്മാരായിട്ടുള്ളവരെയും, വല യഅലമന്നൽ കാദിബീൻ, വ്യാജന്മാരായ ആളുകളെയും അള്ളാഹു അറിയുക തന്നെ ചെയ്യും പരീക്ഷണത്തിൽ കൂടി. അപ്പോൾ നമ്മളിതൊക്കെ ഒന്നാണ്ട് ഒരു പരീക്ഷണമെന്ന് മനസ്സിലാക്കിയാൽ മതി. പലപ്പോഴും സമ്മർദ്ദങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും, ചിലപ്പോൾ നമ്മളെ മക്കളായിരിക്കും നമുക്ക് പരീക്ഷണം, അതാണ് നമ്മളെ ഭാര്യമാരായിരിക്കും പരീക്ഷണം, നമ്മളെ കച്ചവടങ്ങളും നമ്മളെ സമ്പത്തുമായിരിക്കും പരീക്ഷണം, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു ശത്രുവായിരിക്കും പരീക്ഷണം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സുഖസൗകര്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷണം. ആ പരീക്ഷണത്തൊക്കെ അതിജീവിക്കാൻ കഴിയണം. ഈ ആമന്നാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ അതിൽ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ അള്ളാഹുവിന് നമ്മളുടെ ജീവിതത്തിൽ കൂടി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അള്ളാഹു നമുക്ക് സഹായം തരും. അതാണ് അം ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന. അം ഹസിബല്ലദീന, അം ഹസിബ അതല്ല വിചാരിച്ചുവോ, അഹസിബ വിചാരിച്ചുവോ, അതാദ്യം പറഞ്ഞു. അം ഹസിബ അതല്ല വിചാരിച്ചുവോ, അല്ലദീന യഅമലൂന സയ്യിആതി, തിന്മകൾ, സയ്യി എന്ന് പറഞ്ഞാൽ സൂഉകൾ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിച്ചുവോ, അൻ യസ്ബിഖൂന അവർ നമ്മളുടെ മുൻകടക്കുമെന്ന്. സബഖ എന്ന് പറഞ്ഞാൽ മുന്നിൽ ചാടി. അൻ യസ്ബിഖൂന അവർ നമ്മുടെ മുമ്പിൽ ചാടുമെന്ന് വിചാരിച്ചുവോ എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ അപ്പുറത്തേക്കെത്താം. നമുക്ക് തിന്മ ചെയ്തിട്ട് അള്ളാഹുവിനെയും പരാജയപ്പെടുത്തി നമുക്ക് മുന്നിൽ ചാടാം. അൻ യഗ്ലിബൂന നമ്മളെ പരാജയപ്പെടുത്തി മുന്നിലെത്താമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? സാഅ മാ യഹ്കുമൂൻ അവർ വിധിച്ചത് വളരെ മോശമായ വിധിയാണ്. അള്ളാഹുവിനെ പറ്റി അവരിങ്ങനെയാണല്ലോ, അള്ളാഹിൻ്റെ മുന്നിൽ ചാടാം, അള്ളാഹുവിനെ മറികടക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറികടന്നുകൊണ്ട് നമുക്ക് എല്ലാവരെയും മറികടന്ന് പോകാം എന്നെങ്ങാനും വിചാരിച്ചുവോ? തിന്മ ചെയ്യുന്നവർ അതും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ നമുക്ക് ഒരിക്കലും മറികടക്കാൻ പാടില്ല, കഴിയില്ല. അതാണ്. പിന്നെ
മൻ കാന യർജൂ ലിഖാ അല്ലാഹി ഫഇന്ന അജലല്ലാഹി ലആത്. മൻ കാന യർജൂ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റജാ യർജു എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്ന, റജാ പ്രതീക്ഷ, ആഗ്രഹം, അതാണ്. അല്ലാഹുമ്മ ഇന്നി അർജു റിളാക, അള്ളാഹുവിൻ്റെ നിൻ്റെ സംതൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. മൻ കാന യർജു, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലിഖാ അല്ലാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ പറ്റി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ കാര്യം, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സംതൃപ്തിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫ ഇന്ന അജലല്ലാഹി, തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച ആ അവധി, ലആത്തിൻ, അത് വരുക തന്നെ ചെയ്യും. അത്താ എന്ന് പറഞ്ഞാൽ വന്നു, ലആത്തിൻ, അത് വരും. അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വിചാരിക്കുന്നവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം ഒരിക്കൽ വരും. അത് പരലോകത്ത് വെച്ചായിരിക്കും. ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തിലുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, അവൻ സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഒന്നാമത്തെ നിബന്ധന സൽക്കർമ്മങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ നിബന്ധന വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്ത് മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല. നമ്മളെ പ്രാർത്ഥനകളും വഴിപാടുകളും തേട്ടങ്ങളും പ്രതീക്ഷകളും തവക്കുലും അത് പഠിച്ചവന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറൊരാൾക്ക് അതിൽ പങ്കുകാര് ആക്കരുത്. അതാണ് ശിർക്ക്. പങ്കുകാരെ ചേർക്കാൻ പാടില്ല. എങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാം. അപ്പോൾ അമൽ സാലിഹാത്ത് ഇല്ലെങ്കിലും ശിർക്ക് ചെയ്താലും അള്ളാഹുവിനെ അവന് അള്ളാഹുവിനെ ഏതായാലും കണ്ടുമുട്ടി അള്ളാഹുവിൻ്റെ ശിക്ഷ അവന് അനുഭവിക്കേണ്ടി വരും. അതല്ല, ആ ലിഖാ ഉല്ലാ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം, അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഭാഗ്യം, അതാ സ്വർഗത്തിൽ അള്ളാഹു തആല ചോദിക്കുമത്രേ, സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി നിഅമത്ത് ബാക്കിയുണ്ടോ? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഇനി എന്ത് നിഅമത്താണ് കിട്ടാനുള്ളത്, ഇതിലേറെ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, സ്വർഗത്തിലുള്ള എല്ലാ നിഅമത്തും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു പറയും, അല്ല, ഇതിനേക്കാളും വലിയ, ഈ സ്വർഗത്തിനേക്കാളും വലിയ ഒരു നിഅമത്ത് ഇതാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നും പറഞ്ഞ് അള്ളാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഈ സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളെക്കാളും വലിയ ഒരു അനുഭൂതി ലിഖാ ഉള്ളയിൽ കൂടി അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്ന അർത്ഥത്തിൽ ഒരു നബിവചനമുണ്ട്. അപ്പം അതാണ്, അതുണ്ടാകും. മൻ കാന യർജു ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ ഇന്ന അജലല്ലാഹി ലആത്, തീർച്ചയായും ആ അജല്, അവധി വരുക തന്നെ ചെയ്യും. നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അതിൻ്റെ അവധി വരും. അന്നേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഫല്യഅമൽ അമലൻ സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല. വഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചൊല്ലുന്നു, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാമാണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ ഒക്കെ അള്ളാഹു കേൾക്കുന്നുമുണ്ട്, അറിയുന്നുമുണ്ട്. അതുകൊണ്ട് അതിന് ഒരുങ്ങി നിൽക്കണം. ഫ ഇന്ന അജലല്ലാഹി ലആത്, അള്ളാഹുവിൻ്റെ അവധി വരുക തന്നെ ചെയ്യും. ഒമൻ ജാഹദ, ആരെങ്കിലും അധ്വാനിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും അധ്വാനിക്കുകയാണെങ്കിൽ ഫ ഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അവൻ്റെ നഫ്സിന് വേണ്ടി തന്നെയാണ് അവൻ അധ്വാനിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളൊരു തൊഴിലുടമക്ക് വേണ്ടി, ഒരു തൊഴിലാളി അധ്വാനിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടും, ബാക്കി അതിൻ്റെ മുതലൊക്കെ മുതലാളിക്കുള്ളതാണ്. നമ്മൾ അധ്വാനം കൊണ്ട് കിട്ടുന്ന അതൊക്കെ മുതലാളിയുടേതാണ്. അയാൾക്കാണ് കമ്പനിൻ്റെ എല്ലാ ലാഭവും ഉടമസ്ഥാവകാശവും. നമുക്ക് ചെറിയൊരു കൂലി കിട്ടും. തൊഴിലാളി കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെല്ലും വിത്തും ലാഭങ്ങളൊക്കെ അതിൻ്റെ ഉടമക്കാണ്, വയലിൻ്റെ ഉടമസ്ഥനാണ്. നമുക്കെന്തെങ്കിലും ചെറിയ കൂലി കിട്ടും. ഇതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ജിഹാദ്, യുജാഹിദ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്തുകൊണ്ട്, ത്യാഗം ചെയ്തുകൊണ്ട് എന്ത് അമല് ചെയ്യുകയാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും അള്ളാഹു തആല അതിൻ്റെ കൂലി പിന്നെ തന്നിട്ട് ബാക്കി അള്ളാഹ് എടുക്കുന്നല്ല, അത് നമുക്ക് തന്നെയാണ് കൂലി. അവിടെയാണ് ലോകത്തെ ഉടമസ്ഥന്മാരും മാലിക് യൗമിദ്ദീൻ വിചാരണ ദിവസത്തിലെ ഉടമസ്ഥനും മാലിക് യൗമിദ്ദുന്യ ദുന്യാവിലെ ഇതിൻ്റെ വസ്തുക്കളുടെ ഉടമസ്ഥന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെന്ത് ഒരു പണിയെടുക്കുകയാണെങ്കിൽ, നമ്മളിനി എത്ര 1000 ശമ്പളം നമ്മളെ തൊഴിലാളിക്ക് കൊടുക്കുകയാണെങ്കിലും ആ തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ ഫലമായി അതിൻ്റെ മുതലിൻ്റെ ഉടമക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ശമ്പളം അവന് ഏറെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ അംശമേ അവന് കൊടുക്കുന്നുള്ളൂ. എന്നാൽ അള്ളാഹ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി മുഴുവനും അവന് തന്നെയാണ്. അതാണല്ലേ യാ ഇബാദി, എൻ്റെ അടിമകളെ. അള്ളാഹു പറയുന്നൊരു ദീർഘമായ ഹദീസ് ഉണ്ടല്ലോ. അതായത് പിന്നെ എല്ലാവരും ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ. അതാണ്, നിങ്ങളിലുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ ലോകാവസാനം ഉണ്ടാകുമ്പോൾ മരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ആളുകൾ, വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരും ജിന്നുകളും. അതാണ് സകലാനി, ഭൂമിയിലുള്ള 2 മുക്കല്ലഫുകളായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ബാധകമായ 2 വിഭാഗമാണ് സകലാനി എന്ന് പറയുന്ന മനുഷ്യരും ജിന്നുകളും. ഈ മനുഷ്യരും ജിന്നുകളും ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുകളുമെല്ലാം ഖാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഈ ഭൂമിയിൽ പിറന്ന ഏറ്റവും ഭക്തനായ ഒരാളുടെ മനസ്സ് പോലെയാണ് ഈ ലോകത്തുണ്ടായ മുഴുവനും മനുഷ്യരും ജിന്നുകളുമെങ്കിൽ. അപ്പോൾ ലോകത്തുള്ള ഏറ്റവും അത്ഖാ, ഏറ്റവും സൂക്ഷ്മതയുള്ള ആളാരാണ്? ഒരുപക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും ഏറ്റവും ഭക്തൻ. അത് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് നിങ്ങളെക്കാളെല്ലാം ഭക്തൻ. അപ്പോൾ ആ മുഹമ്മദ് നബിയുടെ ആ വിശുദ്ധിയോളം ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജിന്നുകളും വിശുദ്ധരായാൽ പോലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, എൻ്റെ അധികാരത്തിൽ ഒന്നും ഏറുണ്ടാവില്ല എന്ന്, ഒരേറെ ഉണ്ടാവില്ല. കാരണം എന്താ, പഠിച്ചവന് നമ്മൾ ആവശ്യമില്ല, നമുക്ക് അള്ളാഹുവിനെയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒമൻ ജാഹദ, നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുകയാണെങ്കിൽ, അത് ഇബാദത്ത് കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ അധ്വാനിക്കുകയാണെങ്കിൽ, ഫ ഇന്നമാ യുജാഹിദു, തീർച്ചയായും അവൻ അധ്വാനിക്കുന്നു, ലി നഫ്സിഹി, അവൻ്റെ നഫ്സിന് മാത്രം. പഠിച്ചോല് നമ്മൾ അധ്വാനത്തിൻ്റെ ഒരു കൂലിയും ആവശ്യമില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ ഉമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്ന് ഞാൻ റിസ്ഖ് ആവശ്യപ്പെടുന്നില്ല, എനിക്കെന്തെങ്കിലും തിന്നാൻ തരണം എന്നും ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ കൂലിയൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. അതാണ് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലഗനിയ്യുൻ, അവൻ ഗനിയാണ്, ഐശ്വര്യവാനാണ്, അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവരിൽ നിന്നും ഐശ്വര്യവാനാണ്. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും, മനുഷ്യരും ജിന്നുകളും മറ്റു ജീവജാലങ്ങളും, അവരെയൊന്നും അള്ളാഹുവിന് ആവശ്യമില്ലാത്ത തരത്തിൽ അള്ളാഹു ഗനിയാണ്, ഐശ്വര്യവാനാണ്. അപ്പോൾ നമ്മളിലേക്ക് അള്ളാഹുവിന് ആവശ്യമില്ല, എന്നാൽ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും നല്ലവരായാൽ അള്ളാഹുവിന് ഒരു മെച്ചവും അധികമില്ല. ആ ഹദീസിൻ്റെ മറുവശമുണ്ട്, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക ഫീ മുൽക്കി ശൈഅ, നിങ്ങളിലുള്ള ജിന്നുകളും ഇൻസുകളും ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ, ഭൂലോകത്ത് പിറന്ന ഏറ്റവും തമ്മാടിയെപ്പോലെയുള്ള ആളുകളാണ് മുഴുവൻ ജിന്നും മനുഷ്യന്മാരും. അങ്ങനെ എല്ലാവരും തോന്നിവാസികളായാലും അള്ളാഹ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതാണ് ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, തീർച്ചയായും അള്ളാഹു ലോകരിൽ നിന്ന് ഗനിയാണ്. ഗനിയ്യ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവൻ, സമ്പന്നൻ എന്നാണ് ഒരർത്ഥം ഗനിയ്യിന്.
ഫക്കീർ എന്നുള്ളതിൻ്റെ വിപരീതമാണ് വനിയ്. മറ്റൊരർത്ഥം ആവശ്യമില്ലാത്തവൻ. അഗ്ന എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെയായിന്ന്. അപ്പം ലോകത്തുള്ള ആളുകളിലേക്ക് ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല അള്ളാഹുവിന്. അള്ളാഹു ആകണമെങ്കിൽ അവൻ ഗനിയാവണം. അതുകൊണ്ടാണ് സൃഷ്ടികളാരും അള്ളയാവൂല, ആരാധ്യനാവില്ല, ഇലാഹാവില്ല, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവനാവില്ല ഒരു സൃഷ്ടിയും, അമ്പിയാക്കന്മാരടക്കം. കാരണം അവർക്കൊക്കെ അള്ളാഹുവിന് ആവശ്യമുണ്ട്, അള്ളാഹുവിന് അവരിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അള്ളാഹുവിന് ആവശ്യമുള്ള ഒരാളോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഓലെന്ത് ചെയ്യും? ഓൽക്കൊന്നും തരാൻ കഴിയുമല്ലോ, പടച്ചവൻ്റെ കയ്യിലുള്ളതല്ലാതെ. ഇനി വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. വല്ലദീന ആമനു എന്നാൽ വിശ്വസിച്ച ആളുകൾ, വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. അപ്പോൾ വെറും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലിയാൽ പോരാ. അത് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴും എന്നും ചെല്ലലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 5 വട്ടെങ്കിലും നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 5 പ്രാവശ്യം നമ്മൾ ചെല്ലണം. ഒരു ബാങ്കിൽ 2 വട്ടം ചെല്ലണ്ടേ? അപ്പോൾ 10 പ്രാവശ്യം നമ്മൾ ചെല്ലണം 5 നേരത്തെ ബാങ്കിന് ചെല്ലുന്നവർ. അങ്ങനെ മുസ്ലിമായാൽ പോരാ. പിന്നെന്താ? വല്ലദീന ആമനു മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. ഈമാനും അമലുസ്സാലിഹാത്തും കൂടി വേണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, പഠിച്ചോനിൽ വിശ്വാസമില്ല, ഈമാനില്ല എങ്കിൽ അത് ഉപകാരപ്പെടില്ല. എന്നാൽ പഠിച്ചവനിലൊക്കെ നല്ല വിശ്വാസമുണ്ട്, പക്ഷേ ഒരു നന്മയും ചെയ്യാതെ തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ അതും ഉപകാരപ്പെടില്ല. രണ്ടും കൂടി വേണം. വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. അപ്പോൾ സൽക്കർമ്മങ്ങളുടെ മുമ്പ് നമുക്ക് പ്രധാനം ഈമാനാണ്. ഈമാൻ ശരിയാവണം. ഈമാൻ ശരിയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രമാണ് രക്ഷകൻ എന്ന ആ തൗഹീദ് ഉറക്കണം. എന്നിട്ട് വേണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അതാണ്. അങ്ങനെ ചെയ്തവർ ലനുകഫിറന്ന അൻഹും അവരിൽ നിന്ന് നാം മായ്ച്ചു കളയും. കഫറ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളഞ്ഞു, മൂടിക്കളഞ്ഞു എന്ന്. കഫറ തേച്ച് മായ്ച്ചു എന്ന് പറയാലോ. മായ്ച്ചു കളയും. സയ്യിആതിഹിം അവരുടെ തിന്മകൾ, സൂഉകൾ. അപ്പോൾ ഈമാൻ ഉണ്ടാവുകയും അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സ്വാഭാവികമായും നമ്മിൽ നിന്ന് വരുമല്ലോ. വാക്കുപിഴവുകൾ വരും, സംസാരത്തിൽ അധികമായി വരും, ചെയ്തികളിൽ നല്ല വീഴ്ച വരും, അബദ്ധങ്ങൾ വരും. അതൊക്കെ നമ്മളെ സൽക്കർമ്മങ്ങളോടുകൂടി അല്ലാഹു തആല മായ്ച്ചു കളയും. അതാണ് ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്. സൽക്കർമ്മങ്ങൾ തിന്മകളെ, സയ്യിആത്തിനെ പോക്കിക്കളയും, ഇല്ലാതെയാക്കി കളയും. അത് നബി എപ്പോഴും മനുഷ്യരോട് പറഞ്ഞതാണ്. കാരണം മനുഷ്യന്മാരൊക്കെ ദുർബലന്മാരാണ്, പാപ്പുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്ത് ഒരാൾ നബി പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി നബിയെ, ഞാനെന്ത് ചെയ്യണം? നബി പറഞ്ഞു, നിസ്കരിക്കട്ടെ, നിസ്കാരം കഴിയട്ടെ. വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം അവരുടെ തിന്മകൾ നാം മായ്ച്ചു കളയും. ഇവിടെ കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. ആ കഫറിൻ്റെ ഒരു ഭാഷാർത്ഥം എന്താ പറഞ്ഞാൽ മറച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ നിയമത്ത് മറച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന, മേലെ മണ്ണിടുന്നതിനാണ് കഫറ എന്ന് പറയാം. അതിനാണ് കഫറ, മായ്ച്ചു കളയുക. നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നതിനൊക്കെ ആ ഒരു അർത്ഥത്തിലാണ് പറയുക. കഫറ ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം അവരുടെ സയ്യിആത്ത് നാം മായ്ച്ചു കളയും. ഓരോ സൽക്കർമ്മത്തിനും നബി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, നബി ഇസ്ലാമിലേക്ക് പുതിയതായി വന്ന ഒരാളാണ്, ഇസ്ലാമിക ജീവിതം നന്നായി പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. നബി, ഞാൻ പോരുന്ന തോട്ടത്തിൽ വഴിയിൽ തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടു. ഞാൻ അവളുമായി പലതും ചെയ്തു. അവളുമായി ശാരീരിക ബന്ധത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. ചുംബിക്കുക അടമുള്ള പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എന്താ ചെയ്യുക, എൻ്റെ അടുത്തൊരു അബദ്ധമാണ് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ ഒന്നും ചെയ്തില്ല എന്നാണ്.
അവിടക്ക് ഒന്നും മിണ്ടിയില്ല. നബി അവിടെ ആളെ പെൻഡിങ്ങിൽ വെച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നബി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എന്താണ്? വാഖിമി സലാത്ത തറഫല്ലയിൽ ഉസുലുഫമിനല്ലയിൽ തറഫയിൽ നഹാരി ഉസുലുഫമിനല്ലയിൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്ത്. അതായത് വിവരമില്ലാത്തത് കൊണ്ട് അബദ്ധത്തിൽ പെട്ടുപോയതാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞല്ലോ, ഇന്നൽ ഹസനാത്തി സൽക്കർമ്മങ്ങൾ തിന്മകളെ ഇല്ലാതെയാക്കി കളയും. അപ്പോൾ അറിവില്ലാതെയോ അബദ്ധവശാലോ നമ്മിൽ നിന്ന് വന്നു പോകുന്ന ഒളു എടുത്താൽ പോലും തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കളയും. 2 ജുമാക്കടയിലുള്ള തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കളയും. നമസ്കാരത്തിൽ ഓരോ നമസ്കാരത്തിലും 5 നേരം കുളിക്കുന്ന പോലെ അല്ലാഹു തആല ശരീരത്തിൽ നിന്ന് തിന്മകൾ കഴുകിക്കളയും. ഇതൊക്കെ അതോടൊപ്പം ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും. അപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും തോറും നമ്മിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ ഒഴിവായി പോകും എന്ന് കരുതി സൽക്കർമ്മങ്ങൾ ഇനി പോയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ഞാൻ കുറച്ച് തോന്നിയാസം ചെയ്യട്ടെ എന്ന് പറയാൻ പാടില്ല. അതല്ലാഹു പുറത്തു വരുന്നതല്ല. അറിയാതെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ അതാണ്. വല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ. അവിടെ എപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, അമലുസ്സാലിഹാത്ത് എന്നതിനെ നമ്മൾ വെറൊരു നിസ്കാരം നോൽമ്പും ഹജ്ജും സക്കാത്തുമായിട്ട് കണക്ക് കൂട്ടരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും അത് വൃത്തിയായും നന്നായും ചെയ്യുക. നമ്മൾ ഓരോന്നും നമ്മളെ ദുന്യാവിന് വേണ്ടി ചെയ്യലുണ്ട്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നുണ്ട്, അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, കർഷകന്മാർ കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, കൂലിപ്പണിക്കാർ ആ പണി ചെയ്യുന്നുണ്ട്. ഏത് പണിയാണ്, ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവരുടെ പ്രൊഫഷൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒരു കൃത്യനിഷ്ഠയും സത്യസന്ധതയും അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു തആല പാപം പുറത്തു തരും. അപ്പോൾ നമ്മൾ കോളേജിൽ പോയി പഠിപ്പിച്ചാലും അല്ലെങ്കിൽ ജനങ്ങളെ പരിശോധിച്ച് മരുന്ന് എഴുതി കൊടുത്ത് അതിൻ്റെ ഫീസ് വാങ്ങിയാലൊക്കെ നമുക്ക് കൂലി കിട്ടും. കന്നുകൂട്ടിയാലും വണ്ടി ഓടിച്ചാലും ചുമടേറ്റിയാലും അതിൻ്റെ കൂലിയും കിട്ടും, പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടും. എപ്പോൾ? അത് നല്ല നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഒരു വിശ്വാസി സമൂഹത്തിൽ നിന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എത്ര നന്മകളാണ് ഉള്ളത്. അമലു സാലിഹാത്ത് എന്ന് പറയുന്നത് നിസ്കരിക്കുകയാണെങ്കിൽ നന്നായി നിസ്കരിക്കുക, കന്നുകൂട്ടുകയാണെങ്കിൽ നല്ല നിലക്ക് കന്നുകൂട്ടുക, നോമ്പ് വിൽക്കുകയാണെങ്കിൽ നല്ല നിലക്ക് നോമ്പ് വിൽക്കുക. എല്ലാ കാര്യത്തിലും സാലിഹായ അതിൻ്റെ നന്മ ഏതാണോ ആ നന്മ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ തിന്മകൾ നാം അവർക്ക് വിട്ടുപുറത്ത് ഒഴിവാക്കി കൊടുക്കുക തന്നെ ചെയ്യും. വല നജ്സിയന്നഹും, അപ്പോൾ തിന്മകൾ ഒഴിവാക്കി കൊടുക്കും എന്ന് മാത്രമല്ല പുറമെ വല നജ്സിയന്നഹും, അവർക്ക് നാം ജസാ നൽകും, പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഒക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, ഉറപ്പായിട്ടാണ്. ലനുകഫിറന്ന, തീർച്ചയായും, നജ്സിയന്ന, തീർച്ചയായും അവർക്ക് പ്രതിഫലം നൽകും. അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു തആല നൽകും. അതാണ് ചെറിയ ഒരു നന്മക്ക് പോലും അല്ലാഹു തആല നബി പഠിപ്പിച്ചത് അതിൻ്റെ 10 ഇരട്ടി സൽക്കർമ്മം നിങ്ങൾക്ക് തരും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് 90% ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ്, പ്രതീക്ഷയാണ് നമുക്ക് 90%-ലധികം. കാരണം എന്താ, നമ്മൾ ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല 10 ഇരട്ടിയായി ആ നന്മ വർദ്ധിപ്പിക്കും. ആ നന്മക്ക് അതിൻ്റേതായ പ്രതിഫലം അല്ലാഹു തരുമല്ലോ. പക്ഷേ ആ പ്രതീക്ഷയും ഈമാനും നമ്മൾ നിലനിർത്തണം എന്ന് മാത്രം. അതാണ് വല നജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം, അഹ്സനായ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. സമയമുണ്ടോ? ഒന്നും കൂടി. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വവസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം ശക്തമായി ഉപദേശിച്ചു.
വസ്സ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശത്തെക്കാളും കൂടുതൽ ശക്തിയോടുകൂടിയുള്ള ഉപദേശമാണ്. അതാണ് വസിയത്ത് ചെയ്യുക. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ കേട്ട് 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 ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ അയാൾ വിഷയത്തിലേക്ക് കടക്കുള്ളൂ എന്ന് പറയും. പക്ഷേ വസിയത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഉപദേശമാണ്. വസൈനൽ ഇൻസാന, മനുഷ്യനോട് നാം ശക്തമായി ഉപദേശിച്ചു. ബി വാലിദി, അവിടെ കണ്ടില്ല നിങ്ങൾ വസൈനൽ മുസ്ലിമീന എന്നല്ല, പലയിടത്തും അല്ലാഹു തആല പറയുമ്പോൾ യാജുവല്ലദീന ആമനു, വിശ്വാസികളെ എന്ന്. ഇവിടെ അതല്ല, മനുഷ്യനെയാണ് പറയുന്നത്. ആരെ? ബി വാലിദേഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യരെല്ലാവരും, അത് മുസ്ലിങ്ങളെന്നോ അല്ലാത്തവരെന്നോ നോക്കാതെ അല്ലാഹു തആല ശക്തമായി ഉപദേശിച്ച കാര്യമാണ് ബി വാലിദൈഹി, അവൻ്റെ രണ്ട് മാതാപിതാക്കളെ പറ്റി. വാലിദൈനി എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും, വാലിദുൻ ഉപ്പ, വാലിദത്തുൻ ഉമ്മ സ്ത്രീലിംഗമായിട്ട്. വാലിദൈനി എന്ന് പറഞ്ഞാലോ മാതാവും പിതാവും. ബി വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളെപ്പറ്റി നാം ശക്തമായി ഉപദേശിച്ചു. ഹുസ്ന, നന്മ ചെയ്യണമെന്ന്. അത് എവിടെ, എന്ത്, ഏതെന്നൊന്നല്ല, മാതാപിതാക്കൾക്ക് ഏതർത്ഥത്തിലും നമ്മൾ നന്മ. ഹുസ്ന എന്ന് പറഞ്ഞാൽ നെക്കിറ എന്നവർ, ആ പദം ഭാഷാപരമായി നെക്കിറയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത് എന്ന് തീർച്ച പറയാത്ത ഒരു പദമാണ്. ഹുസ്നൻ എന്നാ, ഹുസ്നൻ നന്മ, എന്ത് അവരോടുള്ള സമീപനത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിലോ ഏത് കാര്യത്തിലും ഹുസ്ന് നാം ശക്തമായി ഉപദേശിക്കുന്നു എന്ന് മാതാപിതാക്കൾ. അപ്പം മനുഷ്യ സമൂഹത്തിന് ലോകത്തൊക്കെ മാതാപിതാക്കളോടുള്ള കടപ്പാട് വലിയതാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു തആല ഒരു വിധി തീർപ്പ് കൽപ്പിച്ചു, വിധിച്ച് തീരുമാനിച്ചിരിക്കുന്നു മനുഷ്യന്മാർക്ക്. എന്താ? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. അതാണ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, എല്ലാ നബിമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതും ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു, അള്ളാഹിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ് നിൻ്റെ റബ്ബ് തീരുമാനിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം രണ്ടാമത്തെ കാര്യം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ കാറ്റഗറി നോക്ക്. ആ കാറ്റഗറി എന്താ? പഠിച്ചോനെ ആരാധിക്കൽ കഴിഞ്ഞാൽ ഒരു മനുഷ്യനുള്ള ബാധ്യത മാതാപിതാക്കളോടാണ്. ഭാര്യയോടെ ഉള്ളതിനേക്കാളും മക്കളോടുള്ളതിനേക്കാളും ഏറ്റവും വലിയ ബാധ്യത മാതാപിതാക്കളോടാണ്. അത് ആരോടാ പറഞ്ഞത്? യാജുവല്ലദീന ആമനു എന്നിട്ടല്ല, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് നാം ശക്തമായി ഉപദേശിച്ചു. വഇൻ ജാഹദാക, എന്നാൽ അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, ജാഹദ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് അധ്വാനിച്ച് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, നിന്നെ അവർ നിർബന്ധിച്ചാൽ, ലി തുശ്രിക ബി, എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ, മാതാപിതാക്കൾ എന്നിൽ പങ്കു ചേർക്കണം, അതായത് ശിർക്ക് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ, ആദ്യത്തെ ബാധ്യത പടച്ചവനെ മാത്രം ആരാധിക്കലാണല്ലോ. രണ്ടാമതാണ് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം എന്നാണ്. പക്ഷെ ആ മാതാപിതാക്കൾ, അനുസരിക്കപ്പെടേണ്ട മാതാപിതാക്കൾ നമ്മളോട് ഒന്നാമത്തെ ബാധ്യതയിൽ വീഴ്ച വരുത്താനും നമ്മളോട് ശിർക്ക് ചെയ്യാനും പറഞ്ഞാൽ, ലി തുശ്രിക ബി, എന്നിൽ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത വസ്തുക്കളെ പങ്കു ചേർക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഫലാ തുത്യഉഹുമാ, അപ്പോൾ ആ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ്റെ പ്രഥമ ബാധ്യത അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കലാണ്. രണ്ടാമത്തെ ബാധ്യത മാതാപിതാക്കളെ അനുസരിക്കലാണ്. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കാൻ ബാധ്യസ്ഥനായ ആ മനുഷ്യൻ മാതാപിതാക്കൾ ഒന്നാം ബാധ്യതയിൽ വീഴ്ച വരുത്താൻ പറഞ്ഞാൽ അത് പാടില്ല. അത്രയും കഠിനമാണ് ശിർക്കിൻ്റെ കാര്യം. മാതാപിതാക്കൾ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ചില സഹാബിമാർ വിശ്വസിച്ചപ്പോൾ ഉമ്മമാർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ എത്തിയപ്പോഴും ആ സഹാബിമാർ പറയുന്നുണ്ട്, നിങ്ങൾ 10 വട്ടം പട്ടിണി കിടന്ന് മരിച്ചാലും, ഉമ്മ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ചരിത്രത, നിങ്ങൾ 10 വട്ടം പട്ടിണി കിടന്ന് മരിച്ചാലും
ശിർക്ക് ഞാൻ ചെയ്യൂല, ബാക്കി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തോളും, പക്ഷേ ശിർക്കിന് എന്നോട് പറയരുത്. അത് അത്രയും കഠിനമാണ്. അതാ മാലൈസക്ക് ഫലാത്തുത്യവുമ. എന്നിട്ട് പറയാണ് ഇലയ്യ മർജിഉക്കും, നിങ്ങളുടെ മടക്കം, മർജ നിങ്ങളുടെ റുജൂ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫ ഉനബ്ബിഉക്കും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ പറഞ്ഞു തരും. നിങ്ങൾ പരലോകത്ത് എൻ്റെ അടുക്കളയിലേക്ക് വരുമല്ലോ, അന്ന് ഞാൻ ഒക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് മാതാപിതാക്കളോട് നല്ല മഹത്തായ ബാധ്യത കഠിനമായി ഉപദേശിക്കുന്നു. പക്ഷേ ശിർക്കിൻ്റെ കാര്യത്തിൽ ഒരിക്കലും രാജിയാവാൻ പാടില്ലെന്ന് പറയുകയും ചെയ്തു. അള്ളാഹു ഇതനുസരിച്ച് ജീവിക്കാനും നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും അവരെ അനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾക്ക് തയ്യാറാവണം. അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.